തരൂർ അവർ അത് ഈ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. കൂടുതൽ ആമുഖം ഒന്നുമില്ലാതെ നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. 1 മിനിറ്റ് ബഹുമാനപ്പെട്ട വക്കം അബ്ദുൽ ഖാദറുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേൽക്ക് നിൽക്കാം. എല്ലാവരും അവരുടെ സീറ്റിൽ ഉപവിഷ്ടരാകും. കാര്യപരിപാടി അനുസരിച്ച് ആദ്യം സ്വാഗത പ്രസംഗമാണ്. അത് ആണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും തന്നെ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ച് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. എങ്കിൽ കൂടിയും ഞാൻ ഏതാനും ചില വാക്കുകൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാഗ്രഹിക്കുകയാണ്. വക്കത്ത് 3 ഖാദർമാരാണ് യഥാർത്ഥത്തിലുള്ളത്. വക്കം ഈ തിരുവനന്തപുരം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ നിന്ന് വന്ന 3 ഖാദർമാർ ലോക പ്രശസ്തരാണ്. അതുകൊണ്ട് തന്നെ ആ 3 ഖാദർമാരെ കുറിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും തെറ്റിപ്പോവുകയും പതിവാണ്. പക്ഷെ മറ്റൊരു ഖാദർ ആ ഫാമിലിയോട് വലുതായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു ആളാണ്. അദ്ദേഹം വക്കം ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്ന INA സമരഭടനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത അനശ്വരനായ രക്തസാക്ഷിയുമാണ്. ഇനി നമ്മുടെ ഖാദർമാരെ കുറിച്ചാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് 19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഉടലെടുത്ത പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിതാവ് എന്ന് അറിയപ്പെടാവുന്ന തരത്തിൽ സംഭാവനകൾ അർപ്പിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആദ്യത്തെ ഖാദർ. അദ്ദേഹത്തിന്റെ പുത്രനാണ്, 4ാമത്തെ പുത്രനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ജന്മശതാബ്ദി ആചരിക്കുന്ന വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സാഹിത്യകാരൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പരാമർശമില്ലാതെ വക്കം അബ്ദുൽ ഖാദറിലേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. കേരളത്തില് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിനും നവോത്ഥാനത്തിനും ബീജാഭാവം നൽകിയ സ്വദേശാഭിമാനി ദിനപത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തെക്കുറിച്ച് സ്വദേശാഭിമാനിയോടൊപ്പം ഒരു തവണയെങ്കിലും ഉരുവിടാത്തൊരു സന്ദർഭം കേരളത്തിലെ ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രചരണത്തിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലും ഒന്നും നാം വിട്ടുപോകാറില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സ്വദേശാഭിമാനി ദിനപത്രം അതിന്റെ 2ാമത്തെ പത്രാധിപർ മാത്രമായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെയും കുറിച്ചും കേരളത്തിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്രകൾ പതിച്ചിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് വക്കത്തേക്കും പിന്നെ അത് തിരുവനന്തപുരത്തേക്കും പറിച്ചു നട്ട് കേരളത്തിലെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം നൽകിയ ഒരു മഹാൻ. അന്ന് നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് പ്രസ്സും ജേർണലിസവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളർച്ച പ്രാപിക്കുന്നതിനും വളരെ മുമ്പ് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കാലത്ത് അതിനെക്കുറിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയില്ല. പക്ഷെ ഒരു കാര്യം, കേരളത്തിൽ ആദ്യം മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉള്ള ഈ നാട്ടിലെ ആദ്യമായി റോയിട്ടറുമായിട്ട് ഒരു വാർത്താവിനിമയ സംവിധാനം ഉണ്ടായിരുന്ന ഏക പത്രം സ്വദേശാഭിമാനിയായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉത്സാഹവും പ്രയാസങ്ങളും അതിനുവേണ്ടി ഉള്ള മുടക്കുമുതലും ഒക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന് വക്കം മൗലവി വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്ത്, അദ്ദേഹം ആർജിച്ചിരുന്ന കുടുംബ സ്വത്ത് മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ആ സ്വദേശാഭിമാനം നിലനിർത്തുന്നതിലും അവസാനം ആ പത്രം കണ്ടുകെട്ടി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയതിനു ശേഷവും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരു കുടുംബമാണ് 4ാമത്തെ പുത്രനായ വക്കം അബ്ദുൽ ഖാദർ 10ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ അദ്ദേഹം ജർമ്മൻ, ഇംഗ്ലീഷ്, തമിഴ്, ഉറുദു എന്നീ ഭാഷകളിലൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് അദ്ദേഹം അതിൽ നിഷ്ണാതനാവുകയും അദ്ദേഹം അതിലൊക്കെ രചനകൾ നടത്തുകയും ആ രംഗത്തുള്ള സാഹിത്യ കൃതികളെല്ലാം മലയാളത്തിൽ പരിചയപ്പെടുത്താൻ ഇടവരികയും ചെയ്തിട്ടുണ്ട്. ശ്രീ വക്കം അബ്ദുൽ ഖാദർ ബേസിക്കലി അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രഭാതത്തിൽ
അങ്ങനെ ധാരാളം പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നിൽ എഡിറ്ററുടെ റോളില് അല്ലെങ്കിൽ പത്രാധിപ സമിതി അംഗത്തിന്റെ റോളിൽ അദ്ദേഹം ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അദ്ദേഹത്തിന്റെ കൃതികൾ 30ഓളം കൃതികൾ അദ്ദേഹം മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ കൃതികൾ ലഭ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരുപാട് പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി സാഹിത്യ രംഗത്തെ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഈ വൈജ്ഞാനിക സാഹിത്യകാരൻ ഒരുപാട് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠത്തിന് കാരണമായ ജി ശങ്കരക്കുറുപ്പിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഒരു മുഴുനീള ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് ഒരു മുഴുനീള കൃതി അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ പബ്ലിഷ് ചെയ്ത് ആ പുസ്തകങ്ങൾ മറ്റു ഭാഷകളിലേക്കും ഭാഷാന്തരീകരിച്ച് അങ്ങനെയുള്ള ഒരു ജി ശങ്കരക്കുറുപ്പിന്റെ കഴിവുകളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും അങ്ങനെയാണ് ആദ്യത്തെ സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ എത്തുന്നത്. അപ്പോ വക്കം അബ്ദുൽ ഖാദർ ചെയ്തിട്ടുള്ള സാഹിത്യ രംഗത്തെ സേവനങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് പറയും. അതിനെക്കുറിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ മഹാനായ സാഹിത്യകാരനെ ഓർക്കാനും അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട MP ഇവിടെ നിർവഹിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ഈ നെയ്യാറ്റിൻകര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികൾ ഉള്ളതിനിടയിലാണ് അദ്ദേഹം ഈ പരിപാടി ഏറ്റെടുക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തത്. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഡോക്ടർ ശശി തരൂരിനെ കുറിച്ച് ഇലക്ഷൻ കാലത്ത് ആണ് നമ്മൾ കേരളത്തിലേക്ക് അദ്ദേഹം വരുമോ എന്ന് സങ്കല്പിച്ചിരുന്നു. UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരിക്കുകയും സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കുന്ന ഒരു ഏക മലയാളി. ഒരുപക്ഷെ ഇനിയും 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഒരുപക്ഷെ അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായി എന്ന് വരില്ല. അത്തരം ഒരു വിശ്വപ്രസിദ്ധനായ ഡിപ്ലോമാറ്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ലോകത്തെ എല്ലാ രാജ്യത്തും അറിയപ്പെടുന്ന ഏക സാഹിത്യകാരൻ ആരായിരിക്കും? അത് ഡോക്ടർ ശശി തരൂർ അല്ലാതെ ആരുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിന്റെ ഏത് കോണിലും അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. കേരളത്തിൽ നിന്ന് ഒരേ ഒരു സാഹിത്യകാരനുള്ളത്. അദ്ദേഹം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കൂടുതൽ ഇംഗ്ലീഷിലാണ്, മറ്റ് ലോക ഭാഷയിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സാധാരണ മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പരാമർശിക്കപ്പെടാതെ പോകുന്നത്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഇനിയും ധാരാളം വർഷങ്ങൾ, അതായത് ഇനിയുള്ള കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ആ ഓരോ കൃതികളെ കുറിച്ചും പരാമർശിക്കണമെങ്കിൽ ഓരോ മണിക്കൂറുകൾ നമുക്ക് ആവശ്യമായി വരും. ഞാൻ അതേക്കുറിച്ചൊന്നും ഇവിടെ അദ്ദേഹത്തെ നന്നായി അറിയാവുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വക്കം അബ്ദുൽ ഖാദറിന്റെയും ജന്മശതാബ്ദി കമ്മിറ്റിയുടെയും വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെയും നമ്മുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ സമിതിയുടെയും വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെയും വക്കം അബ്ദുൽ ഖാദറിന്റെ സ്നേഹിതരുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും തിരുവനന്തപുരം പൗരാവലിയുടെയും പേരിൽ ഞാൻ ഹൃദയംഗമമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ NA കരീം സാറാണ്. വക്കം മൗലവി ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ്. കേരള സർവകലാശാല പ്രൊവൈസ് ചാൻസലർ ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ആക്ടിവിസ്റ്റാണ്. നമ്മുടെ വന്യവയോധികനായ കരീം സാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ MR നേരത്തെ ഞാൻ പരാമർശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കേരള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഗവേണിംഗ് കൗൺസിലിലെ അംഗമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ അംഗമായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പല ഉപദേശക സമിതികളിലെയും ഭാഷ സംബന്ധിച്ച ഉപദേശക സമിതികളിലെയും വിജ്ഞാനകോശത്തിന്റെ വിസിറ്റിംഗ് എഡിറ്റർ, അങ്ങനെ ധാരാളം രംഗത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ MR തമ്പാൻ സാറ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത്, നമ്മുടെയൊക്കെ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചുള്ള സ്മരണകളിൽ പങ്കാളിയാണ് അദ്ദേഹം. വക്കം അബ്ദുൽ ഖാദർ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു തുറയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രസിദ്ധീകരിച്ച് അതിന്റെ ഡയറക്ടറായി അദ്ദേഹം എത്തുന്നത്. തിരുവനന്തപുരത്ത് കേരളത്തിലും ഡോക്ടർ MR തമ്പാൻ അവർകളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇനി ഈ വേദിയിലിരിക്കുന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ മകൻ സുഹൈർ സാഹിബാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ദീർഘകാലം വിദേശത്ത് സേവനമനുഷ്ഠിച്ച ആളാണ്. സാഹിത്യത്തോടും പരിഷ്കരണ പ്രസ്ഥാനങ്ങളോടും ഒക്കെ അദമ്യമായ താല്പര്യം പുലർത്തുന്ന അദ്ദേഹം വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. വക്കം അബ്ദുൽ ഖാദറിന്റെ മകൻ പ്രൊഫസർ ഹിഷാം ഇവിടെ സന്നിഹിതനാണ്.
അദ്ദേഹത്തിന്റെ വക്കം സുഹൈർ സാഹിബിന്റെയും ഹിഷാമിന്റെയും കുടുംബാംഗങ്ങളെയും പിന്നെ വക്കം അബ്ദുൽ ഖാദറിനോട് വ്യക്തിപരമായിട്ടും അദ്ദേഹത്തിന്റെ രചനകളോടടുത്തും ഒക്കെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയേണ്ടതാണ്. അത് വളരെയേറെ ദീർഘമായ ഒരു പ്രസംഗത്തിലായിരിക്കും കലാശിക്കുക. അതുകൊണ്ട് ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗമാണ് കാര്യപരിപാടി അനുസരിച്ച് നടക്കേണ്ടത്. പക്ഷേ ബഹുമാനപ്പെട്ട MP-ക്ക് ഇപ്പോൾ തന്നെ സമയം ദീർഘിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.